ആദിലയെയും നൂറയെയും ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റും. അക്ബറിന്റെ ഉമ്മ പറഞ്ഞ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. നിന്റെയൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവൾമാരാണ് ആദിലയും നൂറയും എന്ന് ലക്ഷ്മി പറഞ്ഞ പരാമർശത്തെ തുടർന്നുണ്ടായ കോൺട്രവേഴ്സിയിൽ ഇന്നിതാ അക്ബറിന്റെ ഉമ്മ പ്രതികരിച്ചിരിക്കുന്നു. ആദ്യം നമുക്ക് നടന്ന സംഭവങ്ങൾ പറഞ്ഞതിന് ശേഷം അക്ബറിന്റെ ഉമ്മ പറഞ്ഞ വാക്കുകളിലേക്ക് കടക്കാം. ലക്ഷ്മിയുടെ ഈ സ്റ്റേറ്റ്മെന്റിന് ശേഷം ലാലേട്ടൻ ലക്ഷ്മിയോട് ചോദിച്ചു, അക്ബറിന്റെ വീട്ടിൽ ആദിലയെയും നൂറയെയും കയറ്റാൻ പറ്റാത്തവൾമാരാണെന്ന് ലക്ഷ്മിയോട് ആരാണ് പറഞ്ഞത്? നിങ്ങൾക്ക് എങ്ങനെ അറിയാം അവരെ അവിടെ കയറ്റുമോ ഇല്ലയോ എന്നുള്ളത്? അപ്പോൾ ലക്ഷ്മി പറഞ്ഞു, അക്ബറിന്റെ വീട്ടിൽ നിന്നുള്ള ഫോൺ കോളിൽ നിന്ന് മനസ്സിലായി എന്ന്. ലാലേട്ടൻ തിരിച്ചു ചോദിച്ചു, ലക്ഷ്മി അവരുടെ അമ്മ അങ്ങനെ പറയുന്ന എന്തെങ്കിലും വാക്കുകൾ കേട്ടിട്ടുണ്ടോ എന്ന്. ഇത് കേട്ടതോടെ ലക്ഷ്മി നിശബ്ദയായി. കാരണം അക്ബറിന്റെ ഉമ്മയുടെ ഫോൺ കോളിന് ശേഷം യൂട്യൂബിൽ ഇതൊരു ചർച്ചാ വിഷയമായിരുന്നു. എല്ലാവരും പറയുന്നു അക്ബറിന്റെ ഉമ്മ ആദിലയോടും നൂറയോടും ഇനി മുതൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന്. എന്നാൽ ആ ലൈവും ഫുൾ എപ്പിസോഡും കണ്ട വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ ഞാൻ അങ്ങനെയുള്ള ഒരു വാക്കുകളും കേട്ടിട്ടില്ലായിരുന്നു. പിന്നീട് ഞാൻ വിചാരിച്ചു ഒരുപക്ഷെ ഞാൻ വിട്ടുപോയതായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ മാത്രമായിരിക്കും കേൾക്കാത്തതെന്ന്. യൂട്യൂബിൽ വരുന്ന എല്ലാ വീഡിയോസും അവരുടെ ഉമ്മ അങ്ങനെ പറഞ്ഞു എന്ന രീതിയിലുള്ളതായിരുന്നു. അന്നത്തെ ആ ഫോൺ കോളിന് ശേഷം നൂറ ലൈവിൽ കരയുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് നൂറ പറഞ്ഞിരുന്നു, ഒരു പക്ഷേ അക്ബർക്ക് നമ്മളോട് ഡിസ്റ്റൻസ് കാണിക്കുന്നത് അവരുടെ വീട്ടിൽ നമ്മളെ അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കുമെന്ന്. അതും കൂടിയായപ്പോൾ എല്ലാവരും വിചാരിച്ചു അക്ബറിന്റെ ഉമ്മ പറഞ്ഞത് ഇത് തന്നെയായിരിക്കുമെന്ന്. എന്നാൽ ഇതാ സത്യങ്ങളെല്ലാം തുറന്നു പറയുവാൻ വേണ്ടി അക്ബറിന്റെ ഉമ്മ തന്നെ വന്നിരിക്കുന്നു. അക്ബറിന്റെ ഉമ്മയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. പ്രിയപ്പെട്ട ബിഗ് ബോസ് പ്രേക്ഷകരെ, ഞാൻ ഈ വീഡിയോയിൽ വരാൻ കാരണം എൻ്റെ മകൻ അക്ബറിന് ഒരുപാട് ദേഷ്യമുള്ള സമയത്തായിരുന്നു ഞാൻ ബേബിയിലേക്ക് വിളിച്ചിരുന്നത്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞിരുന്നു ആരോടും കൂട്ടുകൂടി കളിക്കേണ്ട എന്ന്. എന്നാൽ അത് ഇപ്പോൾ ആദിലയോടും നൂറയോടും കൂട്ടുകൂടരുത് എന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് അതുപോലെ ആയത് എന്ന് പോലും എനിക്ക് അറിയില്ല. ആരോടും കൂട്ടുകൂടി കളിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഫോൺ കട്ടായി പോയി. ലാലേട്ടൻ്റെ ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോഴാണ് പ്രേക്ഷകർ ഇപ്പോഴും ആ തെറ്റിദ്ധാരണയിലാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം വൈൽഡ് കാർഡ് എൻട്രി ആയിരുന്ന ലക്ഷ്മി പറയുന്നു അക്ബറിന്റെ വീട്ടിൽ നിന്ന് അതുപോലെയുള്ള ഫോൺ കോൾ വന്നിട്ടുണ്ട് എന്ന്. ആ തെറ്റിദ്ധാരണ എല്ലാവരിൽ നിന്നും മാറ്റുവാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്ന് സംസാരിക്കുന്നത്. എൻ്റെ മോനാണ് അക്ബർ എന്ന് പറയുന്നതിൽ എനിക്ക് ഇതുവരെ അഭിമാനം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ആ മക്കൾ, അതായത് ആദിലയും നൂറയും, എനിക്ക് എൻ്റെ മകനെ പോലെ അല്ലെങ്കിൽ എൻ്റെ മക്കളെ പോലെയാണ് ഇതുവരെ തോന്നിയിട്ടുള്ളത്. അവരെ വേറെ രീതിയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ബിഗ് ബോസ് കഴിഞ്ഞ് എൻ്റെ മകൻ വരുമ്പോൾ അവൻ്റെ കൂടെ അവരും ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ വിശ്വാസം അതാണ്. ഞാൻ എല്ലാവരെയും സ്നേഹിക്കാനേ പഠിച്ചിട്ടുള്ളൂ. അതുതന്നെയാണ് ഞാൻ എൻ്റെ മകനോടും എൻ്റെ മക്കളോടും എല്ലാം പറഞ്ഞിട്ടുള്ളത്. എല്ലാവരെയും സ്നേഹിക്കുക. അതുകൊണ്ട് തന്നെ ആദിലയോടും നൂറയോടും എനിക്ക് സ്നേഹം മാത്രമാണ്. അവർ എൻ്റെ മക്കളാണ്. അല്ലാതെ ഈ പറഞ്ഞു നടക്കുന്ന രീതിയിലുള്ള ഒരു കാര്യവും ഞാൻ എൻ്റെ മകനോട് പറഞ്ഞിട്ടില്ല. ഈ തെറ്റിദ്ധാരണ എല്ലാവരിൽ നിന്നും മാറ്റണമെന്നാണ് അക്ബറിൻ്റെ ഉമ്മ പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് സമയത്ത് തന്നെയായിരുന്നു അക്ബറിൻ്റെ ഉമ്മ വന്ന് പ്രതികരിച്ചത്. കാരണം ഇത് എന്നും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒന്നായിരുന്നു. അക്ബറിൻ്റെ ഉമ്മ അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന ഒരു വിഭാഗവും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗവും ഉണ്ടായിരുന്നു. ഒരുപാട് പേർ ആ ഉമ്മയെ ക്രൂശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതാ ഇന്ന് ഇതിൻ്റെ സത്യാവസ്ഥയെല്ലാം പുറത്തു വന്നിരിക്കുന്നു. കൂടുതൽ BB അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.